ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് നല്ല ഷോ ആയിരുന്നു. റാൻഡി റോമൻ ഇവരുടെ ഫേസ് ടു ഫേസ് സെഗ്മെന്റും ലാസ്റ്റ് ചെയ്തിട്ടുള്ള മെയിൻ ഇവന്റ് സെഗ്മെന്റ് എല്ലാം വേറെ ലെവലായിട്ടുണ്ട്. അതിനോടൊപ്പം മറ്റൊരു കാര്യവും പറയാം. നെക്സ്റ്റ് വീക്ക് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് WWE ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അത് ഈ സ്മാക്ക് ഡൗൺ എപ്പിസോഡിന്റെ കൂടെ തന്നെ WWE ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കാരണം ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് റെസ്ലേഴ്സിന് വെക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സ്മാക്ക് ഡൗൺ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. NXTയും അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു ന്യൂസും കൂടി പറഞ്ഞിട്ട് റിവ്യൂയിലേക്ക് പോകാം. മുൻ സ്മാക്ക് ഡൗൺ വുമൺസ് ചാമ്പ്യൻ ആയിരുന്ന ലിവ് മോർഗനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിലെല്ലാം വിട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില ഡ്രഗ്സ് എല്ലാം കയ്യിൽ വെച്ചതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വന്നിട്ടില്ല. എന്നാൽ ഭാവിയിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ലിവ് മോർഗന് ചില പ്രശ്നങ്ങളെല്ലാം നേരിടേണ്ടി വരും. ചിലപ്പോൾ WWE റിലീസ് ചെയ്യുമോ എന്നുള്ള ഡൗട്ടിലാണ് ആരാധകരും ഇപ്പോൾ നിൽക്കുന്നത്. നോക്കാം എന്താണ് സംഭവിക്കുക എന്ന്. ഫസ്റ്റ് സ്മാക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ WWE അൺഡിസ്പ്യൂട്ടഡ് യൂണിവേഴ്സൽ ചാമ്പ്യൻ റോമൻ റെയിൻസ് ആൻഡ് ബ്ലഡ് ലൈൻ വരുന്നതായിട്ടാണ് കാണിച്ചത്. വന്നതിന് ശേഷം ഫാൻസ് റോമൻ റെയിൻസിനെ ഭയങ്കരമായി ബൂ ചെയ്യുമ്പോൾ റോമൻ റെയിൻസ് ഇത് സെലിബ്രേറ്റ് ചെയ്യേണ്ട സമയമാണ്, ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത്, ഇങ്ങനെയെല്ലാം ഫാൻസിനോട് പറയുന്നുണ്ട്. അതിനുശേഷം റോമൻ ഇല്ലാത്ത സമയത്ത് ബ്ലഡ് ലൈൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് അടുത്ത ട്രൈബൽ ചീഫ് ലെവലിൽ ഒരാൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അവൻ ബ്ലഡ് ലൈൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു, മാച്ച് എല്ലാം കറക്റ്റായി കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ ജിമ്മി ഉസോ വിചാരിക്കും ജിമ്മി ഉസോയാണ് പറയാൻ പോകുന്നത് എന്ന്. അതിനോടൊപ്പം നെക്സ്റ്റ് ട്രൈബൽ ചീഫും അവനാണ് എന്നൊക്കെ പറയും. അപ്പോൾ ജിമ്മി ഉസോ ഉറപ്പിക്കും അത് ഞാൻ തന്നെയാണ് എന്ന്. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ സോളോ സിക്കവയെ റോമൻ റെയിൻസ് അടുത്ത ട്രൈബൽ ചീഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിമ്മി ഉസോനെ വിട്ട് സോളോ സിക്കവനെ ബഹുമാനിക്കുന്നതായിട്ട് ഈ സെഗ്മെന്റിൽ കാണിച്ചിരുന്നു. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ റാൻഡി ഓർട്ടൺ റോമൻ റെയിൻസിനെ ഡയറക്റ്റായിട്ട് റോയൽ റംബിൾ മാച്ചിലേക്ക് വേണ്ടി WWE ചാമ്പ്യൻഷിപ്പിന് ചാലഞ്ച് ചെയ്യും. അങ്ങനെ റാൻഡി ഓർട്ടൺ ചാലഞ്ച് ചെയ്തതിന് ശേഷം റോമൻ റെയിൻസ് പറയുന്നത് നിനക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഒന്നും തരാൻ എനിക്ക് ഇഷ്ടമില്ല. അതിൻ്റെ കാരണം നീ ഇപ്പോഴാണ് റിട്ടേൺ ചെയ്ത് വന്നിട്ടുള്ളത്. നീ 18 മാസം വീട്ടിലിരുന്നു കൊണ്ട് ഇപ്പോൾ വന്ന ഉടനെ തന്നെ എൻ്റെ അടുത്ത് ചാമ്പ്യൻഷിപ്പ് ചോദിക്കുന്നത് ശരിയല്ല എന്നൊക്കെയാണ് റോമൻ പറഞ്ഞത്. അതുപോലെ തന്നെ നീ ഒരു ലെജൻഡാണെന്നും അതുകൊണ്ട് തന്നെ ലെജൻഡ് റെസ്ലേഴ്സ് സാധാരണ ഒരു റിട്ടയർമെൻറ്റ് മാച്ചെല്ലാം ചെയ്ത് വീട്ടിലേക്ക് പോകണം. ഈ ഒരു ലെവലിലെല്ലാം റോമൻ റാൻഡി ഓർട്ടനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ചാമ്പ്യൻഷിപ്പ് മാച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് റാൻഡി പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണ്, ഞാനൊരു ലെജൻഡാണ്, വെറും ലെജൻഡല്ല, ലെജൻഡ് കില്ലറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകും. അവസാനം റോമൻ റെയിൻസിനെ അർക്കേജ് ചെയ്യാൻ നോക്കുമ്പോൾ റോമൻ എസ്കേപ്പ് ആകുന്നതായിട്ടും പിന്നീട് റാൻഡി ഡാഡി ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഗ്മെന്റ് അവസാനിപ്പിക്കും. പിന്നീട് മെയിൻ ഇവന്റ് ആയിട്ട് ജിമ്മി ഉസോയുടെ കൂടെ ഒരു മാച്ചും കൺഫേം ചെയ്യും. അപ്പോൾ ഈ സെഗ്മെന്റ് അടിപൊളി സെഗ്മെന്റ് ആയിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് റാൻഡി റോമൻ ഇവരുടെ ഫേസ് ടു ഫേസ് സെഗ്മെന്റ് നമ്മൾ കാണുന്നത്. പിന്നീട് US ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ടൂർണമെന്റ് മാച്ചാണ് നടന്നത്. NXT റെസ്ലർ ആയിരുന്ന കാർമെല്ലോ ഹൈസ് വേഴ്സസ് ഗ്രേസൺ വാലർ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. കാർമെല്ലോ ഹൈസിന്റെ ഫസ്റ്റ് മാച്ചാണ് ഇത്, അതായത് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ. അപ്പോൾ ഈ ഒരു മാച്ച് അടിപൊളി മാച്ചായിരുന്നു. രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. ഈ മാച്ചിന്റെ അവസാനത്തിൽ കാർമെല്ലോ ഹൈസ് ആണ് ഗ്രേസൺ വാലറിനെ തോൽപ്പിച്ചുകൊണ്ട് ഈ ഒരു മാച്ചിൽ വിൻ ചെയ്തത്. പിന്നീട് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ LA നൈറ്റും റാൻഡി ഓർട്ടനും സംസാരിച്ചു. അപ്പോൾ റാൻഡി ഓർട്ടൻ പറയുന്നത് നമ്മൾ രണ്ടുപേരും നല്ലവരാണെന്നും പിന്നീട് ബ്ലഡ് ലൈനെയും പറ്റി മെൻഷൻ ചെയ്തുകൊണ്ട് റാൻഡിയുടെ വഴി മുടക്കരുത് മാറാനായിട്ടാണ് പറയുന്നത് LA നൈറ്റിനോട്. അപ്പോൾ LA നൈറ്റ് പറയുന്നത് ബ്ലഡ് ലൈനെ തകർക്കാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അത് താനാണെന്നും ബ്ലഡ് ലൈനെ തകർക്കാൻ കൂടെ നിൽക്കാം. ഈ ഒരു ലെവലിലാണ് ഈ ഒരു സെഗ്മെന്റ് പോയിട്ടുള്ളത്. പിന്നീട് കെവിൻ ഓവൻസ്, ആസ്റ്റിൻ തിയറി ഇവർക്ക് തമ്മിൽ US ചാമ്പ്യൻഷിപ്പിന്റെ ടൂർണമെന്റ് മാച്ച് നടന്നു. അപ്പോൾ ഈ ഒരു മാച്ചും നല്ല മാച്ച് തന്നെയായിരുന്നു. ഈ മാച്ചിന്റെ പകുതിക്ക് വെച്ച് കെവിൻ ഓവൻസിന്റെ കൈക്ക് ആസ്റ്റിൻ തിയറി വീണ്ടും ഇഞ്ചുറി ആക്കാൻ നോക്കുന്നതായിട്ടും സ്റ്റെപ്പിൽ കൊണ്ടുപോയി ചവിട്ടുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ആസ്റ്റിൻ തിയറിയെ ബിഗ് ഷോ എല്ലാം ചെയ്യുന്നത് പോലെ ഒരു പഞ്ച് ചെയ്തുകൊണ്ട് കെവിൻ ഓവൻസ് ആണ് ഈ മാച്ചിൽ വിൻ ചെയ്തത്. കെവിൻ ഓവൻസും ടൂർണമെന്റ് മാച്ചിലേക്ക് ആഡായി മുന്നോട്ട് പോയി. നെക്സ്റ്റ് വീക്ക് കെവിൻ ഓവൻസും കാർമെല്ലോ ഹൈസും സാൻഡോസ് എസ്കോബാറും ബോബി ലാഷ്ലിയും മാച്ചുണ്ട്. അതിനുശേഷം ബ്ലഡ് ലൈൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കാണിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റ് റാൻഡി ഓർട്ടൻ വന്ന് റോമന്റെ സെഗ്മെന്റ് കുളമാക്കിയ കാര്യത്തെ പറ്റിയാണ് റോമൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനോടൊപ്പം ജിമ്മി ഉസോട് പറയുന്നത് ഇന്ന് റാൻഡി ഓർട്ടനെ തോൽപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റാൻഡി ഓർട്ടനുമായി ലീഡ് ചെയ്യുകയാണെങ്കിൽ ജിമ്മി ഉസോക്ക് ഇനിയും നിറയെ അവസരങ്ങൾ കിട്ടും, അതായത് വീണ്ടും ട്രൈബൽ ചീഫ് ആക്കാം. ആ ഒരു ലെവലിലൊക്കെയാണ് ജിമ്മി ഉസോട് റോമൻ സംസാരിച്ചത്. അതേസമയം ഫാൻസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ റോമൻ അത് ഇഷ്ടപ്പെടാത്തത് പോലെയും ഈ സെഗ്മെന്റിൽ കാണിച്ചിരുന്നു. പിന്നീട് കെവിൻ ഓവൻസ്, കാർമെല്ലോ ഹൈസ് ഇവർക്ക് തമ്മിൽ ഒരു സെഗ്മെന്റ് ബാക്ക് സ്റ്റേജിൽ കാണിച്ചു.
അപ്പോൾ ആ സെഗ്മെന്റിൽ കെവിൻ ഓവൻസിനോട് ഒരുപാട് ബഹുമാനമുണ്ട് എന്നും തനിക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ അവസരം ആവശ്യമാണ് എന്നൊക്കെയാണ് കാർമെലോ ഹൈസ് ആ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ആസ്ക ആൻഡ് കൈരി സൈൻ വേഴ്സസ് മിയ ആൻഡ് സെലീന വേഗ ഇവർക്ക് തമ്മിലുള്ള ടാഗ് ടീം മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ മിയ ടീം വിൻ ചെയ്യാൻ നോക്കുന്ന സമയം ബെയ്ലി വന്നുകൊണ്ട് മിയ റെഫറി കാണാതെ റിങ്ങിലേക്ക് തട്ടിയിടും. ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് കൈരി സൈൻ ഫിനിഷർ എല്ലാം ചെയ്ത് ഈ മാച്ചിൽ കൈരി സൈൻ ആൻഡ് ആസ്ക ഇവരാണ് വിൻ ചെയ്തത്. ശേഷം ബെയ്ലിയുമായിട്ട് ഒന്നിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. പിന്നീട് ജിമ്മി യുസോ സോളോ സിക്കാവ ഇവർക്ക് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വെച്ചു. അപ്പോൾ ജിമ്മി യുസോ പറയുന്നത് എന്തൊക്കെയോ മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട് എന്നും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ ഈ ഒരു ലെവലിലെല്ലാം ചോദിക്കുന്നുണ്ട്. അതായത് ജിമ്മി യുസോ ഉദ്ദേശിക്കുന്നത് റോമൻ റെയിൻസിന്റെ ചില പെരുമാറ്റങ്ങളൊക്കെ ആയിരിക്കാം. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് റാൻഡി ഓർട്ടൻ വേഴ്സസ് ജിമ്മി യുസോ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ ഒരു മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് കമന്ററി ടേബിളിന്റെ മുകളിലേക്കെല്ലാം റാൻഡി എപ്പോഴത്തെയും പോലെ ജിമ്മി യുസോനെ എടുത്ത് അടിച്ചിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ റാൻഡി ഓർട്ടൻ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് സോളോ സിക്കാവയുടെ തീം സോങ് പ്ലേ ആവുകയും അതിനുശേഷം സോളോ സിക്കാവ റിങ്ങിലേക്ക് വരുന്ന സമയം LA Knight വന്നുകൊണ്ട് സോളോ സിക്കാവനെ അറ്റാക്ക് ചെയ്യും. ഈ ഒരു അവസരം ഉപയോഗിച്ച് റാൻഡി ജിമ്മി യുസോനെ ആർക്കിയോ ചെയ്ത് ഈ മാച്ച് വിൻ ചെയ്യും. വിൻ ചെയ്തതിന് ശേഷം അതേ സമയം തന്നെ റോമൻ റെയിൻസ് വന്ന് LA Knightനെ അറ്റാക്ക് ചെയ്യും. ശേഷം റിങ്ങിൽ കയറി റോമൻ റെയിൻസും റാൻഡി ഓർട്ടനും ഭയങ്കരമായി അറ്റാക്ക് ചെയ്യും. പിന്നീട് സോളോ സിക്കാവയും ജിമ്മി യുസോയും എല്ലാം വന്നുകൊണ്ട് റാൻഡിനെ അറ്റാക്ക് ചെയ്ത് ഇവർ ലീഡ് ചെയ്ത് പോകും. LA Knight സേവ് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ നമ്മൾ ഒരുപാട് കാത്തിരുന്ന AJ സ്റ്റൈൽസിന്റെ റിട്ടേൺ ആണ് കണ്ടത്. AJ സ്റ്റൈൽസിന്റെ തീം സോങ് പ്ലേ ആകുമ്പോൾ റോമൻ അങ്ങോട്ട് നോക്കി നിൽക്കുകയും എന്നാൽ AJ സ്റ്റൈൽസ് പിറകിൽ നിന്നും വന്നുകൊണ്ട് റോമനെ ഫെനാമിനൽ ഫോറാം ചെയ്തുകൊണ്ട് ഒരു വേറെ ലെവൽ റിട്ടേൺ അല്ലെങ്കിൽ സെഗ്മെന്റ് ആണ് നടത്തിയത്. അതിനുശേഷം AJ സ്റ്റൈൽസോ റാൻഡിയും റോമനെ നോക്കി നിൽക്കുന്നതായിട്ടും എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ AJ സ്റ്റൈൽസ് LA Knightനെ പിടിച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. എന്നാൽ LA Knightനെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം AJ സ്റ്റൈൽസോ റാൻഡിയും റോമനെ നോക്കി നിൽക്കുന്ന സമയത്ത് LA Knight AJ സ്റ്റൈൽസിന്റെ കൈ പിറകിലേക്ക് പിടിച്ചു വലിച്ചു. AJ സ്റ്റൈൽസിനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി LA Knight റാൻഡി ഓർട്ടന്റെ ഒപ്പം റിംഗ് സൈഡിൽ നിന്നതുകൊണ്ടാണ് AJ സ്റ്റൈൽസ് LA Knightനെ പിടിച്ച് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഇതാണ് WWE ഒരു കാരണമാക്കി കാണിച്ചിട്ടുള്ളത്. അത് ക്യാമറ കട്ട് പെട്ടെന്ന് വന്നതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയത്. ശരിക്കും LA Knight കാരണമാണ് LA Knightന് AJ സ്റ്റൈൽസിന്റെ കയ്യിൽ നിന്നും അടി കിട്ടിയിട്ടുള്ളത്. ഇനി AJ സ്റ്റൈൽസ് ഹീൽ ടേൺ ചെയ്യുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും AJ സ്റ്റൈൽസ് ഇപ്പോൾ ഹീൽ ടേൺ ചെയ്യുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. ഇതൊക്കെയാണ് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നടന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് സ്മാക്ക് ഡൗൺ എപ്പിസോഡിന്റെ റിസൾട്ട് എല്ലാം ലീക്ക് ആവും. എന്നാലും നമ്മൾ എപ്പോഴത്തെയും പോലെ സാധാരണ പോലെ ഷോ കണ്ട് റിവ്യൂ ചെയ്യും. അതല്ലാതെ ഒരു റിസൾട്ടും പറയില്ല. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.